ഈ ചേച്ചി കെട്ടുകണക്കിന് വാഴയിലയാണ് കീറി കീറി വെക്കുന്നത്. നാളത്തെ ഊണിനായിരിക്കും. ഇവിടെ ഊണൊക്കെ ഉണ്ടാവോ? അതെ, ഇവിടെ എല്ലാ ഐറ്റംസും വാഴയിലയിലാണോ സെർവ് ചെയ്യുന്നത്? അതെ, ഇവിടെ എല്ലാ ഐറ്റംസും വാഴയിലയിലാണ് സെർവ് ചെയ്യുന്നത്. ദായു ആൻഡ് മീ വ്ളോഗ്സിലേക്ക് സ്വാഗതം. എനിക്കാണെങ്കിൽ നല്ല വിശപ്പുണ്ടായിരുന്നു. ഫുഡ് ബ്ലോഗർ ആയേ പിന്നെ സമയത്തും കാലത്തും ഒന്നും കഴിക്കാൻ പറ്റിയിട്ടില്ല. ആദ്യം ഇവിടെ എന്തൊക്കെ ഉണ്ടെന്ന് നോക്കട്ടെ. ബീഫ് കറിയുണ്ട്, ബീഫ് പെരട്ടുണ്ട്, ചിക്കൻ ഫ്രൈ ഉണ്ട്, ചിക്കൻ പെരട്ടുണ്ട്, പിന്നെ ചില്ലി ചിക്കൻ ലൈവായിട്ട് ഉണ്ടാകുന്നുണ്ട്. ഇതിൽ നിന്ന് എന്തെങ്കിലും ഓർഡർ ചെയ്യാമെന്ന് വിചാരിച്ച് ഞാനൊരു ബീഫ് കറി ഓർഡർ ചെയ്തു. നല്ല ഗ്രേവി ഉണ്ടായിരുന്നു ബീഫ് കറിക്ക്, അതെത്തി. പിന്നെ ചിക്കൻ കൊത്ത് പൊറോട്ട ഓർഡർ ചെയ്തു. കൊത്തു പൊറോട്ട കണ്ടിട്ട് നല്ല കളർ ആഡ് ചെയ്തിട്ടുണ്ടെന്നാണ് എനിക്ക് തോന്നിയത്. എന്തായാലും ബീഫും ചപ്പാത്തിയും കൂട്ടി ഒരു പിടി അങ്ങ് പിടിക്കാം. അയ്യോ, ചപ്പാത്തി ആരും ഓർഡർ ചെയ്യരുതേ. ചവച്ച് എൻ്റെ കവിള് വേദന എടുത്തിട്ട് വയ്യ. ഇത് കഴിച്ചുകൊണ്ടിരുന്നപ്പോൾ ഞാൻ വിചാരിച്ചു ഈ ചപ്പാത്തി വാങ്ങണ്ടായിരുന്നെന്ന്. പിന്നെ ബീഫ് കറി കൊള്ളായിരുന്നു, ഗ്രേവിയും കൊള്ളായിരുന്നു. ബീഫെല്ലാം നല്ല സോഫ്റ്റായിട്ട് നല്ല വെന്ത് ടെൻഡർ പീസായിട്ടാണ് ഇരുന്നത്. അത് കഴിഞ്ഞ് ചിക്കൻ പെരട്ട് ഞാൻ ഹാഫ് പോർഷനാണ് ഓർഡർ ചെയ്തത്. അങ്ങനെ ചിക്കൻ പെരട്ടും ചപ്പാത്തിയും കൂടെ ഒരു പിടി അങ്ങ് പിടിച്ചു. ചിക്കൻ പെരട്ടിലും നല്ല കളറുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു ഇവർ കളർ ആഡ് ചെയ്യുന്നതായിരിക്കുമെന്ന്. ചിക്കൻ നല്ല സോഫ്റ്റ് പീസായിരുന്നു, ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ ചപ്പാത്തിയും ചിക്കൻ പെരട്ടും കൂട്ടി അങ്ങ് കഴിച്ചു. കൊള്ളാം. ഇനി അടുത്ത കൊത്തു പൊറോട്ട ട്രൈ ചെയ്യുന്നത്. കൊത്തു പൊറോട്ടയിൽ സോസ് എനിക്ക് മസ്റ്റാണ്. അതാണ് എനിക്ക് ടേസ്റ്റായിട്ട് തോന്നിയിട്ടുള്ളത്. അങ്ങനെ സോസൊക്കെ ഒഴിച്ച് കുഴച്ച് കഴിച്ചു നോക്കി. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ആലോചിച്ചു കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും കൂടി കൂട്ടി കഴിച്ചാലോ എന്ന്. അങ്ങനെ കുറച്ച് ബീഫിൻ്റെ ഗ്രേവിയും കൂടെ ഒഴിച്ച് കഴിച്ചു നോക്കി. അടിപൊളി, ഒരു രക്ഷയില്ല. പിന്നെ ബീഫിൻ്റെ ഒരു പീസും കൂടി കൂട്ടി അതും കൂടി ചേർത്തങ്ങ് കഴിച്ചു. അതും കൊള്ളാം, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നി കൊത്തു പൊറോട്ടയും ബീഫും നല്ലൊരു കോമ്പിനേഷനാണെന്ന്. ആദ്യമായിട്ടാണ് ഇത്രയും ചിക്കൻ പീസുള്ള കൊത്തു പൊറോട്ട ഞാൻ കഴിക്കുന്നത്. സാധാരണ എല്ലായിടത്തും പൊറോട്ട കൂടുതലും പേരിന് 1-2 പീസ് ചിക്കനും കാണും. കളർ കൂടുതലായിട്ട് എനിക്ക് തോന്നി. പിന്നെ കഴിച്ചിറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നല്ല വെള്ളം ദാഹം ഉണ്ടായിരുന്നു. അതെന്തുകൊണ്ടായിരിക്കുമെന്ന് അറിയാവുന്നവരൊന്ന് കമൻറ്റ് ചെയ്യണേ. പിന്നെ മധുരം കുറച്ചൊരു മിൻറ്റ് കട്ടൻ പറഞ്ഞു. അതിങ്ങനെ 2 തട്ടായിട്ട് സെറ്റ് ചെയ്തിരിക്കുന്നത് എങ്ങനെയാണെന്ന് എനിക്ക് ഇതുവരെ മനസ്സിലായിട്ടില്ല. കാണാൻ നല്ല പൊളപ്പനായിട്ടുണ്ട്. എന്തായാലും കുറച്ച് ദൂരം യാത്ര ചെയ്ത് ക്ഷീണിച്ചാണ് ഇവിടെ എത്തിയത്. അതുകൊണ്ട് ആ കട്ടൻ വലിയൊരു ആശ്വാസമായിരുന്നു എനിക്ക്. അതിൻ്റെ ഒരു പ്രസന്നത എൻ്റെ മുഖത്ത് നല്ലോണം ഉണ്ടായിരുന്നു. സ്പോട്ട് വരുന്നത് തിരുവനന്തപുരം പോത്തങ്കോട് HK തിയേറ്ററിൻ്റെ ഓപ്പോസിറ്റ് വരുന്ന SA ഹോട്ടൽ. വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്. ബൈ.